വിവാദമായ ന്യൂയോർക്ക് ഹഷ് മണി കേസിൽ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പ്രത്യേക ശിക്ഷ ലഭിച്ചേക്കും. എന്നാൽ ഈ ശിക്ഷ ട്രംപിനെ കുറ്റവാളിയാക്കുമെങ്കിലും നിയമപരമായ വിധിയല്ലാതെ മറ്റൊരു നടപടിയും ഉണ്ടാകില്ലെന്നാണ് സൂചന. നിയുക്ത പ്രസിഡന്റിന് കാര്യമായ പ്രത്യാഘാതങ്ങളൊന്നും നേരിടേണ്ടി വരില്ലെന്ന കേസിൽ ഹാജരായ ജഡ്ജി ജുവാൻ മെർച്ചന്റ് സൂചിപ്പിച്ചു. പ്രതിയെ തടവോ പിഴയോ പ്രൊബേഷൻ മേൽനോട്ടമോ കൂടാതെ വിട്ടയക്കുമെന്നും മർച്ചന്റ് പറഞ്ഞു. ഇതിനെ എതിർക്കുന്നില്ലെന്ന് മാൻഹാട്ടൻ ഡിസ്ട്രിക്ട് അറ്റോർണി ആൽവിൻ ബ്രാഗിന്റെ ഓഫീസ് പ്രതികരിച്ചു. ട്രംപ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുന്നതിന് ആഴ്ചകൾക്ക് മുൻപ് ചരിത്രപരവും നാടകീയവുമായ നിയമ നടപടിയാണിത്. കേസിൽ ശിക്ഷ വൈകിപ്പിക്കാനുള്ള ട്രംപിന്റെ ശ്രമം സുപ്രീം കോടതി വ്യാഴാഴ്ച തള്ളിയിരുന്നു. ജനുവരി 20-ന് പ്രസിഡന്റ് സ്ഥാനാരോഹണം നടത്താനിരിക്കുന്ന ട്രംപ് ഒരു ക്രിമിനൽ വിചാരണ നേരിടുന്ന ആദ്യത്തെ US നിയുക്ത പ്രസിഡന്റാണ്. 2016-ലെ തിരഞ്ഞെടുപ്പ് തനിക്ക് അനുകൂലമാക്കാനുള്ള ശ്രമത്തിൽ 34 വ്യാജരേഖ ആരോപണങ്ങളാണ് ട്രംപിനെതിരെ ഉയർന്നത്. നീലചിത്ര നടി സ്റ്റോമി ഡാനിയൽസുമായുള്ള വിവാഹേതര ബന്ധം വെളിപ്പെടുത്താതിരിക്കാൻ അവർക്ക് പണം നൽകിയെന്നതാണ് ഹാഷ് മണി കേസ്. ദുരുദ്ദേശത്തോടെ ബിസിനസ് രേഖകളിൽ കൃത്രിമം കാണിച്ചെന്ന കേസിൽ മെയ് 30-ന് ട്രംപ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരുന്നു. സ്റ്റോമി ഡാനിയൽസിന് $130,000 നൽകിയത് ട്രംപ് മറച്ചുവെച്ചിരുന്നു. കോഹനുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ രേഖകളിൽ നിയമപരമായ ചെലവുകളായി ട്രംപ് അടയാളപ്പെടുത്തി. ന്യൂയോർക്ക് സ്റ്റേറ്റ് നിയമപ്രകാരം തടവോ പിഴയോ മേൽനോട്ടമോ ഇല്ലാതെ ചുമത്തപ്പെട്ട ഒരു ശിക്ഷയാണിത്. ഇതനുസരിച്ച് പ്രതിയുടെ വിടുതലിന് ഏതെങ്കിലും വ്യവസ്ഥകൾ ഏർപ്പെടുത്തുന്നതിലൂടെ ശരിയായ ലക്ഷ്യമൊന്നും നേടാനാവില്ലെന്ന് ന്യായാധിപൻ അഭിപ്രായപ്പെട്ടാൽ അത് ഉചിതമായി സ്വീകരിക്കപ്പെടും. അടിസ്ഥാനപരമായി ട്രംപിനെ ജയിലിൽ അടയ്ക്കുകയോ വൈറ്റ് ഹൗസിലേക്കുള്ള മടങ്ങിവരവിനെ തടസ്സപ്പെടുത്തുന്ന മറ്റേതെങ്കിലും തരത്തിലുള്ള ശിക്ഷ നൽകുകയോ ചെയ്യാതെ തന്നെ പണത്തിന്റെ കേസ് അവസാനിപ്പിക്കാനുള്ള ഒരു മാർഗമാണിത്. ഏറ്റവും താഴ്ന്ന തലത്തിലുള്ള കുറ്റകൃത്യമായതിനാൽ ഇതിൽ തടവ് നിർബന്ധമാക്കുന്നില്ല. ഇന്നത്തെ ശിക്ഷാവിധി റദ്ദാക്കണമെന്ന് ട്രംപ് സുപ്രീം കോടതിയോട് മുന്നേ ആവശ്യപ്പെട്ടിരുന്നു. ബിസിനസ് രേഖകളിൽ കൃത്രിമം കാണിച്ചെന്ന 34 കുറ്റകൃത്യങ്ങളിൽ ട്രംപിന്റെ വിചാരണയ്ക്കും ശിക്ഷയ്ക്കും നേതൃത്വം നൽകിയ ജഡ്ജി ജുവാൻ മെർച്ചന്റ് ശിക്ഷാവിധി മാറ്റിവെക്കാൻ ന്യൂയോർക്ക് കോടതികൾ വിസമ്മതിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ബുധനാഴ്ച രാജ്യത്തെ പരമോന്നത കോടതിയിലേക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ ട്രംപ് തെറ്റ് നിഷേധിക്കുകയായിരുന്നു. നിയമ നടപടികളെ രാഷ്ട്രീയവൽക്കരിക്കുന്ന ഡെമോക്രാറ്റുകളുടെ നേതൃത്വത്തിൽ തനിക്ക് നേരെയുള്ള രാഷ്ട്രീയ ആക്രമണമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. 2016-ലെ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ വേണ്ടിയാണ് പണം നൽകിയതെന്നും 2016-ലെ തിരഞ്ഞെടുപ്പിൽ മുൻ US പ്രസിഡന്റ് കൈക്കൊണ്ട നടപടികളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നും പ്രോസിക്യൂട്ടർമാർ പറഞ്ഞിരുന്നു. 2016-ലെ തിരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് ട്രംപുമായുള്ള ബന്ധം വെളിപ്പെടുത്തുന്നതിൽ നിന്ന് തടയാൻ ഡാനിയൽസിന് $130,000 നൽകിയതായി നിയുക്ത അമേരിക്കൻ പ്രസിഡന്റിന്റെ മുൻ അഭിഭാഷകൻ മൈക്കൽ കോഹൻ സമ്മതിച്ചു. എന്നാൽ ട്രംപ് ബന്ധം നിഷേധിക്കുകയായിരുന്നു.